ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഇനി നമുക്ക് അഭിമാനത്തോടെ ഒരു പേര് പറയാം: തേജസ്. അതെ, ഒരു കാലത്ത് വിദേശ വിമാനങ്ങൾക്കായി കൈനീട്ടിയിരുന്ന ഇന്ത്യ ഇന്ന് സ്വന്തം വിമാനങ്ങൾ ലോകത്തിന് വിൽക്കാൻ തയ്യാറെടുക്കുകയാണ്. അർജന്റീന മുതൽ ഈജിപ്റ്റ് വരെയുള്ള രാജ്യങ്ങൾ തേജസിനായി കാത്തു നിൽക്കുന്നു. എന്താണ് തേജസ് MK1A പ്രത്യേകത? ഹിമാലയൻ മലനിരകളിൽ ചൈനയെ വിറപ്പിക്കാൻ എത്തുന്ന പ്രചണ്ഡ് ഹെലികോപ്റ്ററുകൾ എത്രത്തോളം കരുത്തരാണ്? വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ്.ലേക്ക് സ്വാഗതം. ആകാശത്തെ ഇന്ത്യൻ കരുത്ത്, ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടെല്ലായി തേജസ് മാറിക്കഴിഞ്ഞു എന്നത് അഭിമാനത്തോടു കൂടി പറയണം. ഇതിന്റെ ഏറ്റവും പുതിയ പതിപ്പായ തേജസ് MK1A ഉടൻ തന്നെ വ്യോമസേനയുടെ ഭാഗമാകും. എന്താണ് ഇതിന്റെ പ്രത്യേകതകൾ? ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന AESA റഡാർ ഒരേ സമയം പല ശത്രു വിമാനങ്ങളെ കണ്ടെത്താൻ ശേഷിയുള്ളതാണ്. ശത്രുക്കളുടെ റഡാറുകളെ ജാം ചെയ്യാൻ കഴിയുന്ന അത്യാധുനിക ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് നമ്മുടെ തേജസിലുണ്ട്. ദൃശ്യപരിധിക്ക് അപ്പുറമുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ ശേഷിയുള്ള അസ്ത്ര മിസൈലുകൾ തേജസിൽ വിന്യസിച്ചിട്ടുണ്ടെന്നതാണ്. പാകിസ്ഥാന്റെ F-16 വിമാനങ്ങളെക്കാൾ സാങ്കേതികമായി ഒരുപടി മുന്നിൽ തന്നെയാണ് നമ്മുടെ തേജസ്. ലോകത്ത് മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത ഒരു നേട്ടം ഇന്ത്യ സ്വന്തമാക്കിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള യുദ്ധഭൂമിയായ സിയാച്ചിനിൽ ലാൻഡ് ചെയ്യാനും അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്യാനും ശേഷിയുള്ള ഒരേ ഒരു അറ്റാക്ക് ഹെലികോപ്റ്റർ ആണ് പ്രചണ്ഡ്. ഹിമാലയത്തിലെ ഓക്സിജൻ കുറഞ്ഞ അതിശൈത്യമുള്ള കാലാവസ്ഥയിൽ ചൈനീസ് ഡ്രോണുകളെയും ടാങ്കുകളെയും തകർക്കാൻ നമ്മുടെ പ്രചണ്ഡിന് സാധിക്കുമെന്നതും അഭിമാനത്തോടു കൂടി എടുത്തു പറയാം. അമേരിക്കയുടെ അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾക്ക് പോലും ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് നമ്മുടെ തദ്ദേശീയ ഹെലികോപ്റ്റർ ചെയ്യുന്നത്. ഇത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. തേജസിന്റെയും പ്രചണ്ഡിന്റെയും കരുത്ത കണ്ട് ലോക രാജ്യങ്ങൾ അമ്പരന്നിരിക്കുകയാണ്. കുറഞ്ഞ ചിലവിൽ മികച്ച സാങ്കേതിക വിദ്യ നൽകുന്നത് കൊണ്ട് തന്നെ പല രാജ്യങ്ങളും ഇന്ത്യയുമായി കരാറിൽ ഏർപ്പെടാൻ താല്പര്യം പ്രകടിപ്പിച്ചു. മലേഷ്യ, നൈജീരിയ, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങൾ തേജസിനായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇതോടെ ഇന്ത്യ ഒരു ആഗോള ആയുധ നിർമ്മാണ കേന്ദ്രമായി മാറുകയാണ്. നമ്മുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇപ്പോൾ ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട വിമാന നിർമ്മാണ കമ്പനിയായി മാറിക്കഴിഞ്ഞു. ഇതൊരു തുടക്കം മാത്രമാണ്. തേജസ് MK2 വലിയ ഭാരം വഹിക്കാൻ ശേഷിയുള്ള 5ാം തലമുറ വിമാനങ്ങൾ എന്നിവയുടെ പണിപ്പുരയിലാണ് നമ്മുടെ ശാസ്ത്രജ്ഞർ. ആകാശത്ത് നമ്മുടെ ഇന്ത്യയുടെ ആധിപത്യം ഉറപ്പിക്കുന്ന കാലം വിദൂരമേയല്ല. ചൈനയുടെ ഏത് വെല്ലുവിളിയെയും നേരിടാൻ നമ്മുടെ വ്യോമസേന ഇന്ന് സജ്ജമാണ്. ഇന്ത്യയുടെ ഈ ആകാശ കരുത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? തേജസ് വിമാനം മികച്ചതാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും താഴെ കമന്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത്തരം കൂടുതൽ ഡിഫൻസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.